അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വിശദമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് എന്താണ് പാർട്ടിയുടെ കാഴ്ചപ്പാടെന്ന്. അതുപോലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മുഖ്യമന്ത്രിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പരം എനിക്കെന്താ പറയാനുള്ളത്? അതാണ്. ഇന്ന് കത്ത് പുറത്തു വന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ പരിപാടിയുടെ ഇടയിലായതുകൊണ്ട് അത് കണ്ടിട്ടില്ല. പാർട്ടി ഒരു തീരുമാനം എടുക്കും. എന്താണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഒരു രീതിയാണ് പാർട്ടി തുടരുന്നത്. കാരണം പാർട്ടിയോടെ ഗവൺമെന്റും അതെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം ആദ്യം ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം അന്വേഷണം നടത്താമെന്നും ചില നടപടികൾ എടുത്തിരുന്നു ആ സമയത്ത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഗവൺമെന്റും പാർട്ടിയും തീരുമാനിക്കും. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. വളരെ ആസൂത്രണമായി പാർട്ടിയെ സർക്കാരുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തീർച്ചയായിട്ടും സാധാരണയായിട്ട് CPM-നെതിരായിട്ട് ഒരുപാട് പ്രചരണങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അതിൽ പ്രതികരിക്കുന്ന ഒരു രീതി CPM-നുണ്ട്. അത് ശരിയായ രീതിയിലുള്ള പ്രതികരണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തന്നെ പുറകെ പോകേണ്ട കാര്യമില്ല. അത് CPM-ന്റെ അണികളും പ്രവർത്തകരും എല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അത് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ നിലപാട് തന്നെ ഞാൻ നിൽക്കുകയാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ? അതല്ലേ. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും ഈ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നന്നായിട്ട് പോകുന്ന മാഷ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽ പരം എനിക്ക് ഒന്നും പറയാനില്ല. അതെ, അതിപ്പോ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ആരെങ്കിലും ഉണ്ടാവാം. നമുക്കിപ്പോ എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് പറയാൻ സാധിക്കില്ലല്ലോ. പക്ഷെ പാർട്ടിക്കെതിരായിട്ട് ആരോപണം ഉണ്ടാവുമ്പോൾ അത് പാർട്ടി സാധാരണ ചെറുക്കാറുണ്ട്. ആ രീതിയിൽ തന്നെ ഈ കാര്യത്തിലും പാർട്ടി ഇടപെടും. ശശിക്കെതിരെ വരുന്ന ആരോപണത്തിലും ശരിയായ നടപടി പാർട്ടി സ്വീകരിക്കുമെന്നാണോ പ്രതീക്ഷ? ഇല്ല, എനിക്ക് ആരോപണം എന്താന്നുള്ളത് എനിക്കറിയാണ്ട് ഞാനെങ്ങനെ പറയുന്നു കേട്ടോ.